യേശു കർത്താവ് വെള്ളത്തിന്റെ മീതെ നടന്നു വരുന്ന കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചുപോയി. യേശു പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ തന്നെയാണ്. അവർ വളരെ ആശ്ചര്യപ്പെട്ടു. പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. എന്ന് പറഞ്ഞാൽ അപ്പവർദ്ധനയിലൂടെ കർത്താവ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഇവർ പഠിച്ചില്ല. അതുകൊണ്ടാണ് ഈ അധ്വാനവും ഈ പെരുവെള്ളവും ഈ കാറ്റും ഭൂതമാണെന്ന് പേടിക്കത്തക്കവണ്ണ ഒരു സാഹചര്യവും പിന്നീട് ഒരു ഡെലിവറൻസും കൊടുത്തു. യേശു കർത്താവ് ശിഷ്യന്മാരെ അയച്ചു, അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ രോഗികളെ സൗഖ്യമാക്കി, അവർ ഭൂതങ്ങളെ പുറത്താക്കി, അവർ പ്രസംഗിച്ചു. അപ്പോൾ അവർ വിചാരിച്ചു, ഇനി ഞങ്ങളും കർത്താവായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, യേശു ചെയ്യുന്ന എല്ലാം ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും ഇപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. യേശു പറഞ്ഞു, കാര്യം ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വന്ന് ആശ്വസിച്ചു കൊള്ളുവേ. ആ ഏകാന്ത സ്ഥലത്ത് വെച്ചാണ് ഇത് പഠിപ്പിക്കുന്നത്. 5 അപ്പം 5000 പേർക്ക് നുറുക്കി വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. കർത്താവ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവനാണ് വിശ്വസ്തൻ. പൗലോസ്, ബർണബാസ് അവർക്ക് പിടികിട്ടി. അവർ പറഞ്ഞു, ദൈവം ഞങ്ങളെ ഗൃഹവിചാരകന്മാരാക്കിയിരിക്കുന്നു, പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കിയിരിക്കുന്നു. ശുശ്രൂഷകന്മാരിൽ അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രയേ. ഇത് മാറിയാൽ സ്വന്തം മകത്തെ അന്വേഷിക്കാൻ തുടങ്ങിയ ഓർത്താണോ, അവിടെയാണ് കാറ്റ്, അവിടെയാണ് ഭൂതം, അവിടെയാണ് പ്രോബ്ലം. ഗ്രഹിക്കേണ്ടത് ഇത് തന്നെയാണ്.